സർ, 2025-26 ഫൈനാൻഷ്യൽ ഇയറിലുള്ള ഒരുപാട് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇതുവരെ ഫൈനലൈസായി അപ്ലോഡായി സെറ്റിലായിട്ടില്ല അക്കൗണ്ട്സ്. അപ്പോൾ ഏപ്രിൽ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത്? അതായത് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഒക്കെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ തന്നെ സെറ്റിൽ ചെയ്ത് അക്കൗണ്ട്സ് ഫിനിഷ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ മാർച്ച് 31 കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് അടുത്ത മാർച്ചിലെ റിട്ടേൺ കൊടുക്കേണ്ടത് ഏപ്രിൽ 10-ാം തീയതി 11-ാം തീയതിയൊക്കെ ആണല്ലോ ഔട്ട്വേർഡ് സപ്ലൈയുടെ. GSTR 3B ഫയൽ ചെയ്യേണ്ടത് ഏപ്രിൽ 20-ലാണ്. അപ്പോൾ അതിനിടയ്ക്ക് താങ്കളുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെറ്റുതിരുത്തലുകളും, ക്രെഡിറ്റ് നോട്ട് എഴുതാനുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യലും, ഡെബിറ്റ് നോട്ടിൻ്റെ പ്രശ്നങ്ങളും എല്ലാം താങ്കൾക്ക് പരിഹരിക്കാൻ മാർച്ചിലെ റിട്ടേൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിസംബർ 31 അതിൻ്റെ സമയം. നവംബർ 30 വരെ, അതായത് 25-26 സാമ്പത്തിക വർഷത്തെ എന്തെങ്കിലും റീകൺസിലേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ആനുവൽ റിട്ടേൺ തന്നെയാണ്. പക്ഷേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ട കട്ട് ഓഫ് ഡേറ്റ് നവംബർ 30 മുൻ സാമ്പത്തിക വർഷത്തെ സെറ്റ് ഓഫ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 30. അതായത് ഒക്ടോബറിലെ റിട്ടേൺ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് താങ്കൾ എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ, പഴയ വർഷത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട്, അതിൽ RCMൻ്റെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സിന് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് 180 ഡേയ്സിന് മുമ്പ് കൊടുത്തില്ലെങ്കിൽ ഇൻപുട്ട് തിരിച്ചടക്കേണ്ടതൊക്കെ വേണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാർച്ചിലെ റിട്ടേണോടുകൂടി കറക്റ്റ് ചെയ്യാൻ മാർച്ചിലെ റിട്ടേൺ ഡേറ്റ് ഏപ്രിലാണല്ലോ, അതിലുപയോഗിക്കാം. ഇനി ഇതെല്ലാം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ താങ്കൾക്ക് ഒക്ടോബറിലെ റിട്ടേൺ വരെ ഇത് ചെയ്ത് നവംബർ 30-നുള്ളിൽ താങ്കളുടെ റിട്ടേണിലൂടെ എല്ലാ കുറവുകളും പരിഹരിച്ചാൽ മതി. മാത്രമല്ല, ക്രെഡിറ്റ് നോട്ടിനെ സംബന്ധിച്ചൊരു കാര്യം, താങ്കൾക്കൊരാൾ എന്തെങ്കിലും സപ്ലൈ ചെയ്തു, അതിനുശേഷം ആ സപ്ലൈ ചെയ്ത ആൾ ഇൻപുട്ട് ക്രെഡിറ്റിന് വ്യത്യസ്തമാക്കുന്ന രീതിയിൽ, നമുക്ക് കിട്ടിയ ഇൻപുട്ട് ടാക്സ് കുറയ്ക്കുന്ന രീതിയിൽ ക്രെഡിറ്റ് നോട്ട് GST പോർട്ടൽ അപ്ലോഡ് ചെയ്താൽ താങ്കൾ അത് സ്വീകരിക്കുന്ന മുറയ്ക്ക് മാത്രമേ മറ്റേ വ്യക്തിക്ക്, സപ്ലയർക്ക്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ താങ്കളത് സ്വീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ബെനിഫിറ്റിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. താങ്കളത് സ്വീകരിക്കാത്തടത്തോളം കാലം, അത് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം താങ്കൾക്ക് ആ ലയബിലിറ്റി വരുന്നില്ല എന്ന് കൂടി സൂചിപ്പിക്കുക.